സംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി നടി രേവതി സമ്പത്ത്. യഥാർത്ഥത്തിൽ റേപ്പിന് വിധേയമായ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയൊന്നും പെരുമാറാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? സിദ്ദിഖ് ശാരീരികമായി പീഡിപ്പിച്ചു. വളരെ ചെറിയ പ്രായത്തിലാണ് ഈ ദുരനുഭവം തനിക്കുണ്ടായത്. പീഡനമുണ്ടായത് തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. ഒരു തമിഴ് മൂവി എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാകുന്നത്. ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ട്രാപ്ഡ് ആണ്. ഞാൻ നാട്ടിലാളൊരു മാന്യൻ, എന്നാലേ അവന്റെ കളി മുഴുവൻ നാട്ടിന് പുറത്താണ്. അവിടെ എല്ലാവരും അറിഞ്ഞു ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അവിടെ അന്ന് ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇത് അറിയാം. അവിടെ ഒരു റെഗുലർ പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടി കഴിച്ച ഒരു മനുഷ്യനാണ്. ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല. അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലർത്തി അയാൾ സംസാരിച്ചിട്ടുണ്ട്. വൈരുദ്ധ്യ ആഹാരങ്ങൾ, അങ്ങനെ എന്തോ ഒരു വാക്ക്, അങ്ങനത്തെ ഉള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം. എവിടെന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. റെസ്പോണ്ട് ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എവിടെ വേണോ പോയി പറയാം, ഒരാളും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു ഓട്ടോയിൽ കൈ കാണിച്ച് ഞാൻ പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. ഇപ്പൊ അച്ഛന് മനസ്സിലായി.